വർഷം 1992. ചെന്നൈയിലെ ഒരു തിയേറ്ററിൽ നാളെ തീർപ്പെന്ന സിനിമയുടെ റിലീസ് നടക്കുന്നു. സ്ക്രീനിൽ ഒരു 18 വയസ്സുകാരൻ പയ്യൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മുൻനിരയിലിരുന്നവർ പരിഹാസത്തോടെ ചിരിച്ചു. മാധ്യമങ്ങൾ എഴുതി, ഇങ്ങനെ ഒരാളാണോ നായകനാകുന്നത്? പക്ഷെ ആ ചിരികൾക്കും പരിഹാസങ്ങൾക്കും മറുപടി പറയാൻ അവൻ തിരഞ്ഞെടുത്തത് വാക്കുകളല്ല, കഠിനാധ്വാനമായിരുന്നു. ഇന്ന് അതേ ചെന്നൈ നഗരത്തിലെ വിമാനത്താവളങ്ങൾ മുതൽ മലേഷ്യയിലെ കൂറ്റൻ സ്റ്റേഡിയങ്ങൾ വരെ ഒരാളുടെ പേരിൽ പ്രകമ്പനം കൊള്ളുന്നുണ്ടെങ്കിൽ അത് ജോസഫ് വിജയ് എന്ന മനുഷ്യന്റെ അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തിന്റെ വിജയമാണ്. പിതാവ് S.A. ചന്ദ്രശേഖറിന്റെയും മാതാവ് ശോഭയുടെയും തണലിൽ വളർന്ന വിജയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നോവ് അകാലത്തിൽ പൊലിഞ്ഞുപോയ അനിയത്തി വിദ്യയായിരുന്നു. തന്റെ തകർച്ചകളിൽ തളരാതെ നിന്ന ആ കരുത്ത് പിൽക്കാലത്ത് തമിഴകത്തെ ഏറ്റവും വലിയ താരോദയമായി മാറി. പൂവേ ഉനക്കാകയിലൂടെ പ്രിയതാരമായ വിജയ് കാതലുക്ക് മര്യാദയിലൂടെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി. എന്നാൽ ഗില്ലി എന്ന ചിത്രം തമിഴ് സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രം തന്നെ തിരുത്തി. പിന്നീട് പോക്കിരിയിലൂടെ ആക്ഷൻ കിങ് ആയി മാറിയ വിജയ് പരാജയപ്പെട്ടപ്പോഴെല്ലാം പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു. തുപ്പാക്കിയും കത്തിയും മെർസലും ലിയോയും ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ വിജയങ്ങളായി മാറി. ബോക്സ് ഓഫീസിൽ തന്റെ പേര് മാത്രം മതി 100 കോടികൾ മറിയാനെന്ന തലത്തിലേക്ക് വിജയ് വളർന്നു. വിജയ് എന്ന നടനെ ആരാധകർക്ക് ഇത്രമേൽ പ്രിയപ്പെട്ടവനാക്കിയത് അദ്ദേഹത്തിന്റെ നൃത്തം കൂടിയാണ്. ഒഴുക്കുള്ള ചലനങ്ങളും അനായാസമായ ചുവടുകളും വിജയ് എന്ന നർത്തകനെ ലോകം പ്രശസ്തനാക്കി. അപ്പടിപ്പോട് മുതൽ രഞ്ജിതമേ വരെ ഓരോ പാട്ടും ഓരോ ഉത്സവമായിരുന്നു. ഇതിനൊപ്പം തന്നെ തന്റെ സിനിമാ കരിയറിലെ 35-ലധികം ഗാനങ്ങൾ വിജയ് ആലപിച്ചു. അദ്ദേഹത്തിന്റെ ഓരോ പാട്ടും ചാർട്ട് ബസ്റ്ററുകളായി മാറി. അഭിനയത്തിനപ്പുറം ഒരു പെർഫോമർ എന്ന നിലയിൽ അദ്ദേഹം പൂർണ്ണത നേടി. സിനിമയുടെ നെറുകയിൽ നിൽക്കുമ്പോഴും തന്റെ ലക്ഷ്യം ജനസേവനമാണെന്ന് വിജയ് തിരിച്ചറിഞ്ഞു. വർഷങ്ങളായി വിജയ് മക്കൾ ഇയക്കം വഴി നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്കുള്ള പടവുകളായിരുന്നു. 2004 ഫെബ്രുവരി 2 തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് വിജയ് തന്റെ അടുത്ത ലക്ഷ്യം വ്യക്തമാക്കി. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാടിന്റെ വിധി മാറ്റാൻ ഒരുങ്ങുന്ന രാഷ്ട്രീയ നേതാവാണ് ഇന്ന് വിജയ്. തന്റെ 69ാമത് ചിത്രമായ ജനനായകൻ കഴിഞ്ഞാൽ സിനിമാ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് വിജയ് പ്രഖ്യാപിച്ചത് ആരാധകരെ കണ്ണീരിലാഴ്ത്തി. തന്റെ രാഷ്ട്രീയ യാത്രയ്ക്കായി സിനിമാ ജീവിതം ത്യാഗം ചെയ്യാൻ അദ്ദേഹം തയ്യാറായി. മലേഷ്യയിൽ നടന്ന റെക്കോർഡ് ഷോയിൽ ആയിരക്കണക്കിന് ആരാധകർക്ക് മുൻപിൽ അദ്ദേഹം നടത്തിയ വൈകാരികമായ വിടവാങ്ങൽ പ്രസംഗം ഇന്നും മാറ്റൊല്ലിക്കൊള്ളുന്നു. സിനിമ വിടുമ്പോഴും അദ്ദേഹം ആരാധകരോട് പറഞ്ഞത് ഒന്ന് മാത്രം: നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിന് പകരം നൽകാൻ ഇനി എന്റെ ജീവിതം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഒരു യുഗം അവസാനിക്കുന്നു, പക്ഷേ വിജയ് എന്ന പ്രതിഭാസം തമിഴ് മണ്ണിൽ ഒരു പുതിയ ചരിത്രം കുറിക്കാൻ പോവുകയാണ്. വിടവാങ്ങൽ വെറുമൊരു വാക്കല്ല, അതൊരു പുതിയ പോരാട്ടത്തിന്റെ തുടക്കമാണ്.